നാട്ടിൽ നല്ല മഴയുള്ള സമയമാണല്ലേ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടും. അപ്പോൾ ഇവിടുത്തെ ചൂടിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ അകത്തിരിക്കുന്ന മനുഷ്യന്മാരെ അധികം ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പുറത്തിറങ്ങുന്ന മനുഷ്യന്മാരെയും പുറത്ത് നിൽക്കുന്ന ചെടികളെയൊക്കെ ഇത് നല്ല പോലെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കറിവേപ്പിൻ ചെടിയുടെ അവസ്ഥയാണ് കേട്ടോ ഇത്. നല്ലപോലെ ഇലകളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. പറയുമ്പോൾ ഇവിടെ നല്ലപോലെ ഷെയ്ഡ് ഉണ്ട്, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നൊന്നുമില്ല. പക്ഷേ എന്നാലും ഇതാ ലീവ്സൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തക്കാളി ചെടിയും എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. മണി പ്ലാന്റൊക്കെ ഇതേ മഞ്ഞ കളറായി, പനിക്കൂർക്ക മഞ്ഞ കളറായി. അപ്പോൾ ഈ ഒരു കളറിലുള്ള പനിക്കൂർക്കയൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ പല ചെടികളും ഉണങ്ങിയിട്ടുണ്ട്, ഉണങ്ങാറായി നിൽക്കുന്നുണ്ട്. എന്നാലും ഈ ചെടികൾക്കൊക്കെ ഞാൻ നനയ്ക്കുന്നുണ്ട് കേട്ടോ. പറ്റ പോകുന്നത് വരെ ഞാൻ നനച്ച് കൊടുക്കുന്നുണ്ട്. പറ്റ പോയി കഴിഞ്ഞാൽ പിന്നെ പറിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. റോസാ ചെടിയുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ, ഇലകളുടെ സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോവാണ്. നല്ലപോലെ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചെടികൾ മാത്രമേ സത്യം പറഞ്ഞാൽ നിൽക്കുന്നുള്ളൂ തോന്നുന്നു. അല്ലാത്ത വളരെ കുറച്ച് ചെടികൾ മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇതുവരെ. ഇനി അങ്ങോട്ട് ചൂട് നല്ലപോലെ കൂടി വരികയാണ്, എന്താവുന്നൊന്നും അറിയില്ല. സ്നേക്ക് പ്ലാന്റും 10 മണി ചെടി അങ്ങനെയുള്ളതൊക്കെ നല്ലപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചെടികൾക്കൊക്കെ നല്ലപോലെ നമ്മൾ വെള്ളം നനച്ചൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ ഇനി നല്ലപോലെ ചൂട് കൂടുകയാണ്, എന്താവുന്നൊന്നും അറിയില്ല. ചട്ടിയിൽ നട്ട 10 മണിക്ക് ചെറിയ ക്ഷീണം തന്നെയാണ്. ബോഗൻ വില്ലയ്ക്കും അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റിനൊന്നും വലിയ കുഴപ്പമില്ല. അവരൊക്കെ ഈ ചൂട് നല്ലപോലെ താങ്ങുന്ന ചെടികളാണ്. അതുപോലെ 10 മണി ചെടിക്കും വലിയ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നോക്കാം, പറ്റുന്നത്ര എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം.